ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കേരളത്തിലെ ഓരോ മഹല്ലുകളിലും ആ മഹല്ലുകൾക്ക് എല്ലാ നിലക്കും നേതൃത്വം നൽകുന്ന മഹാന്മാരാവുന്ന ഖതീബുമാർ, ആ ഖതീബുമാർ സംഗമിച്ച ഈ സംഘവും വളരെ പ്രധാനപ്പെട്ട സംഘമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ മഹല്ലത്തുകളെയും അവരെ മഹല്ലത്തിന് ധാർമ്മികമായി അതിനെ വളർത്തിയെടുക്കാനും ഉന്നതിയിലേക്ക് എത്തിക്കാനും പ്രവർത്തിക്കേണ്ടവരാണ് ഖതീബുമാർ. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ, അതായത് വിശുദ്ധ ദീനിൻ്റെ ആശയാദർശങ്ങൾ, അതോടൊപ്പം സംഘടന എന്നുള്ള നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ, അതിൻ്റെ ഉപദേശങ്ങളൊക്കെ മഹല്ലുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന സ്വഭാവത്തിൽ മഹല്ലത്തുകളെ സജീവമാക്കുകയും ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് ഖതീബുമാർക്ക്. പല മഹല്ലത്തുകളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപദേശങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിത്തീരാം. അങ്ങനെ പലരും ചിലപ്പോൾ ഉണർത്താറുമുണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പം ആരെ എവിടെ നിന്ന് പിരിച്ചുവിട്ടാലും ഒന്ന് പറയും, സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് പിരിച്ചുവിട്ടുന്നുണ്ട്. ആരെ വിട്ട് ഇപ്പം അങ്ങനെ എന്ത് കാരണത്തിന് പിരിച്ചുവിട്ടാലും പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ കാരണമൊന്നല്ല, പിരിച്ചുവിടാനുള്ള കാരണം വേറെ എന്തെങ്കിലും പിന്നെ ആളോട് ഈ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങളായി. അപ്പോൾ അത് ശരിയല്ല. എന്തുണ്ടായാലും ഇവിടെ അങ്ങനെ ചില മഹല്ലുകളും ചില സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇപ്പം ഞാൻ എന്നോട് പലരും ചിലരൊക്കെ വന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. അവൻ്റെ ശൈലിയും തുടക്കമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് പറയാൻ പോണ സംഗതി ഇന്നതാണെന്നുള്ളത്. അവിടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറയും, എനിക്ക് ബാക്കി പറയണ്ട, എനിക്ക് മനസ്സിലായി ഈ ജോലി നഷ്ടപ്പെടാനുള്ള കാരണം സമസ്തക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടല്ലേ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യ ജോലി എനിക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചില മഹല്ലുകളിലും ചില സ്ഥലങ്ങളിലൊന്നും ഇല്ല എന്നല്ല നമ്മൾ പറയണത്. പക്ഷേ ആ മഹല്ലത്തുകളൊക്കെ നമ്മൾ വളരെ സിയാസത്തോടുകൂടി, വളരെ ഹിക്മത്തോടുകൂടി മഹല്ലുകളെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയെ ഉദ്ദേശിക്കേണ്ട ഒരു മഹല്ല് സംഗമം ഉണ്ടാക്കാൻ വേണ്ടി സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഒരു യഥാർത്ഥ മഹല്ല് സംഗമം നമുക്ക് ഒന്നിരിക്കൽ നമ്മളെ സമ്മേളനത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിനോട് അടുത്തുകൊണ്ടൊക്കെ നമുക്ക് സംഗമിപ്പിക്കപ്പെടണം. അതിനുവേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കേരള അടിസ്ഥാനത്തിലുള്ള എല്ലാ മഹല്ലുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട എല്ലാ മഹല്ലുകളെയും 100ാം വാർഷികത്തിൻ്റെ ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് എല്ലാ മഹല്ലുകളെയും ഒന്ന് സംഘടിപ്പിച്ചു കൊണ്ടിട്ട്
മഹല്ലുകൾക്ക് ആവശ്യമാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാം. യഥാർത്ഥത്തിൽ മഹല്ലുകളൊക്കെ സമസ്തൻ്റെ നേതൃത്വത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ്. ഓരോ മഹല്ലുകളും ആ മഹല്ലുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ സമസ്തൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ ഒരു വിശാലമായ ഒരു മഹല്ല് സംഗമം ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കപ്പെടും. കാരണം മഹല്ലുകളെ നമുക്ക് ഒന്നുകൂടി സജീവമാക്കേണ്ടതുണ്ട് സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലായിക്കൊണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഖതീബുമാരാവുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ചില്ലറക്കാരൊന്നുമല്ല. നമ്മൾ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. മഹാന്മാരാവുന്ന ഇമ്മത്ത് വിശുദ്ധ ഖുർആനിലുള്ള ചില ആയത്തുകൾ സിദ്ദീഖീങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആ സ്ഥലത്ത് ആരാണ് ഈ സിദ്ദീഖീങ്ങളെന്ന് വിശദീകരിച്ചു കൊണ്ടിട്ട് മഹാന്മാരാവുന്ന മുഫസ്സിരീങ്ങളിൽ നിന്നുള്ള വലിയ വലിയ ആളുകൾ രേഖപ്പെടുത്തിയ ഒന്ന് രണ്ട് വരികൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജനങ്ങളെ 3-4 വിഭാഗങ്ങളായി തിരിച്ചിട്ട് അതിൽ നിന്ന് പിന്നെ പറയേണ്ട തബഖത്തു റാബിയ, 4ാമത്തെ വിഭാഗം വറസത്തു റുസുൽ, മുർസലീങ്ങൾക്കുള്ളതായ വാരിസീങ്ങളാവുന്ന ഉലമാ, വഖുലഫാഉഹും ഫീ ഉമമിഹിം, അംബിയാ മുർസലീങ്ങൾക്ക് അവരുടെ ഉമ്മത്തിൽ അംബിയാ മുർസലീങ്ങൾക്കുള്ള പ്രതിനിധികളായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ, വഹുമുൽ ഖായിമൂന ബിമാ ബുഇസൂ ബിഹി, ആരാണ് അവരെന്നറിയോ? അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ആദർശം പ്രചരിപ്പിക്കപ്പെടാനാണോ നിയോഗിക്കപ്പെട്ടുള്ളത് ആ നിയോഗിക്കപ്പെട്ടതായ ആദർശത്തിൻ്റെ പ്രചരണവുമായി കൊണ്ട് നിന്നു പോരുന്ന ആളുകൾ. അത് എങ്ങനെയെങ്കിലും നിന്ന് പോകാൻ പോരാ. ഇൽമൻ അമ്പിയാക്കളിൽ നിന്ന് ഇസ്തിഫാത്ത് ചെയ്യപ്പെടുന്നതായ ആ ഇൽമ് അവരിലുണ്ടാവണം. അമലൻ ഇൽമ് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മൾ ഉപദേശം മാത്രം പോരാ. യഥാർത്ഥത്തിൽ ഒരു ഖതീബിൻ്റെ ഉപദേശമല്ല യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത്. ആ ഖതീബിൻ്റെ ജീവിതത്തിലുള്ളതായ പ്രവർത്തന രീതികളാണ്. ഇപ്പം നമുക്കറിയാം, പല സ്ഥലത്തും മുദരിസായിയൊക്കെ പോയാൽ ചിലപ്പോൾ ആ നാട്ടുകാർ പറയും അവിടുത്തെ ആദ്യത്തെ മുദരിസ് അല്ലെങ്കിൽ ആദ്യത്തെ ഖതീബൊക്കെ അയാൾ ഇങ്ങനെയൊന്ന് നിസ്കരിച്ചിട്ട് നീണ്ടത്, പിന്നെ ഒന്നുണ്ടാക്കി പടിഞ്ഞാട്ടി നിന്ന് കൈയൊക്കെ പൊന്നിച്ച് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഖിബിലക്ക് തിരിച്ചുകൊണ്ട് മൂപ്പർ ദുആ ചെയ്തിരുന്നു. മൂപ്പര് വിത്തറ് പോകുന്ന നിസ്കരിച്ചിരുന്നു. അങ്ങനെ നിസ്കരിച്ചിരുന്നു. മൂപ്പരോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയുന്നത്. നിസ്കാരത്തിൽ മൂപ്പര് നിന്നത് ഇങ്ങനെയായിരുന്നു, 2 കാലിൻ്റെ ഇടയിൽ ഇത്ര ദൂരം ഉണ്ടായിരുന്നു. അപ്പം ജനങ്ങൾ നമ്മളെ ഇൽമിലേക്ക് മാത്രമല്ല നോക്കുന്നത്, ആ ഇൽമിനോട് അനുസരിച്ച് നിൽക്കുന്ന അമലുകളും നമ്മളുണ്ടാവണം. അതാണ് ഇൽമൻ വ അമലൻ എന്ന് പറഞ്ഞത്. അമ്പിയാക്കന്മാരിലേക്ക് ചേർക്കപ്പെടുന്ന ഇൽമാവണം. ഓരോ മഹല്ലത്തുകളിലും ഇൽമിയായ നിൽക്കും അമലിയായ നിൽക്കും. അതോടൊപ്പം ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുക, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ പറ്റി മനസ്സിലാക്കി കൊടുക്കുക, വിശുദ്ധമാവുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെന്നുള്ളൊരു ബോധം നമ്മളിലുണ്ടാവണം. അതോടൊപ്പം ഏറ്റവും വിശുദ്ധമാവുന്ന ഒരു സംഘടന, അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അതിലേക്ക് പോരായ്മകൾ നോക്കി നടക്കണം പലരും ഉണ്ടാവും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സംഘടന മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാ, പൂർണ്ണമായും ഔലിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ്. ഭൗതികമായ ഒരു താല്പര്യങ്ങളും അവർക്കില്ലായിരുന്നു.
ഭൗതികമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സംഘടന അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതൊരു സത്യമല്ലേ? മുൻഗാമികളാവുന്ന മഹാന്മാരെ ചരിത്രം വരക്കൽ മുല്ലക്കായ തങ്ങൾ മുതൽ ഉള്ള മഹാന്മാരെ ചരിത്രം പരിശോധിച്ച് നോക്ക്. അവരൊക്കെ സത്യത്തിൻ്റെ മേലിൽ മാത്രം നിന്നു പോകുന്നവരാണ്. പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും അസത്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ആളുകൾ അതിനെ വിമർശിക്കുകയോ അതിനെ പരാജയപ്പെടുത്താനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അത് അറിയിക്കണ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞവരാണ്. അങ്ങനത്തെ മഹാന്മാരാവുന്നതായ മശായിഖന്മാർ അവരാണ് നമ്മൾക്ക് നേതൃത്വം നൽകുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അപ്പം മഹല്ലത്തുകൾ, ആ മഹല്ലത്തുകളുടെ നന്മയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് ഈ ഇരിക്കുന്നതായ ഞങ്ങൾ ഖത്തീബന്മാർ. നിങ്ങൾക്ക് സമുദായം നൽകുന്നതായ ഒരു വില ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. വലിയൊരു വിലയാണ് ജനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. വലിയ ബഹുമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടാൻ വേണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഇൽഖാഹ് ചെയ്തിട്ടുള്ളത്. ആ നിൽക്കാണ് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് നമ്മളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അപ്പം നമ്മൾ നൽകാൻ പറ്റുന്നതായ ആ നല്ല സ്വഭാവ ഗുണങ്ങൾ നമ്മളിലുണ്ടാവണം. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇൻ എന്നല്ലേ? ഒമൻ അതാഅ അല്ലാഹ അതാഅഹു കുല്ലു ശൈഇൻ. മഹാനാവുന്ന സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ ഹല്ലാജനെ എതിർത്തുകൊണ്ട് മൂപ്പർ പ്രസംഗിച്ചു. ഹല്ലാജനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹല്ലാജനല്ല, ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞാൽ ഇക്കാരിയാവുന്ന ഭരണാധികാരി. ചരിത്രകാരന്മാർ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? അവൻ്റെ നന്മകൾ തിന്മകളാവുന്നതായ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന അത്രമാത്രം തിന്മകൾ ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ ശകാരിച്ചു. ഒരു ഹജ്ജിൻ്റെ വേളയിൽ ആയുധമായിട്ട് ജനങ്ങളോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ പള്ളിയിൽ വരുമ്പോൾ മൂപ്പരെ കാലുമ്മൽ ഏതൊരാളുടെ ആയുധം തറച്ചു. അത് കാരണമായി മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ കാൽമ മുറി ചെയ്യുന്ന. അങ്ങനെ മൂപ്പര് വീട്ടിൽ വിശ്രമിക്കുകയാണ്, പള്ളിയിലേക്ക് വരാതെ. അപ്പോൾ ഹജ്ജാജ് ചോദിച്ചു, എവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ? കാരണം വലിയ പണ്ഡിതനാണ്. അവരൊക്കെ വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നത് ഇവരെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. സഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട വലിയ പണ്ഡിതൻ മുജ്തഹിദാവുന്ന ഇമാമാണ്. അപ്പം ഹജ്ജാജ് ഇബ്നു യൂസുഫ് കാണാൻ വന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ. അപ്പോൾ എങ്ങനെ ഇപ്പോൾ മുറിയായിന്ന് ചോദിച്ചു. അപ്പം മുറിയായി എന്നുള്ളതിന് മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നത്, ആരാണോ ഈ ആയുധം കൊണ്ടുവരാൻ പറഞ്ഞ ആൾ അവനാണ് എൻ്റെ കാൽമ മുറിയാക്കിയിട്ടുണ്ടെന്നാണ്. അതായത് നീയാണ് എൻ്റെ ഈ കാൽമ മുറിയാക്കിയിട്ടുള്ളത്. ആയുധം കൊണ്ടുവരാൻ പറ്റാത്ത സമയത്ത് ആയുധം കൊണ്ടുവരാൻ ആളുകളോട് കൽപ്പിക്കാം, എന്നിട്ട് ആരെ മുറിയാക്കിക്കുന്നു എനിക്ക് ചോദിക്കാം. അങ്ങനെ ശകാരിച്ചു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഞങ്ങൾ ഹജ്ജാജിനെ. അപ്പോൾ ഹജ്ജാജിനെ എതിർത്തുകൊണ്ട് സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ശിഷ്യന്മാരെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ശിഷ്യനാണ് സഈദ് ഇബ്നു ജുബൈർ. സഈദ് ഇബ്നു ജുബൈർ പ്രസംഗിച്ചപ്പോൾ ഹജ്ജാജ് സഈദ് ഇബ്നു ജുബൈറിനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അപ്പം സഈദ് ഇബ്നു ജുബൈർ എവിടെയുള്ളത് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പം അവർ പലരും തിരഞ്ഞു പോയി. പലർക്കും വലിയ ഓഫറുകളൊക്കെ ഹജ്ജാജ് പ്രഖ്യാപിച്ചു. മാത്രമല്ല ഒരു കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾ അവനെ പിടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ ഭാര്യ മുത്തല്ലഖത്തായിരിക്കും. അപ്പം ഈ വിഷയം വലിയ ഗൗരവത്തിൽ അവരെടുത്തു. നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാളെ ഭാര്യ തൊലാഖ് കൊല്ലപ്പെട്ടു, ഹജ്ജാജിൻ്റെ ഭാര്യ. അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവരും. എങ്ങനെയായാലും സഈദ് ഇബ്നു ജുബൈറിനെ പിടിച്ചുകൊണ്ടിരണം. അവർ പിടിച്ചുകൊണ്ടിരാൻ വേണ്ടി നടന്ന് വനത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ക്രിസ്തീയ പുരോഹിതനെ കണ്ടു. അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, അങ്ങനെ ആളൊന്നും ഞാൻ കേട്ടില്ല, പക്ഷേ കുറച്ചാണ്ടി വന്നാലും മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ഉണ്ടാവും, ചിലപ്പോൾ അന്വേഷിച്ചു നോക്കി. അങ്ങനെ ചെന്ന് അവിടുന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഈദ് ഇബ്നു ജുബൈറിനെ അവർ കണ്ടു. സഈദ് ഇബ്നു ജുബൈറിനോട് പറഞ്ഞു, ഹജ്ജാജ് പിടിച്ചുകൊണ്ടിരാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളാണ്, നിങ്ങൾ ഞങ്ങളെ കൂടെ വേണമെന്നാണ്. മൂപ്പർ പോരാൻ തയ്യാറായി. മൂപ്പർക്കറിയാം മൂപ്പരെ കൊല ചെയ്യാനാണ് കൊണ്ടുപോകണമെന്നുള്ളത്. രാത്രി ഇട്ടായപ്പോൾ ഈ ക്രിസ്തീയ പുരോഹിതൻ്റെ ഈ സത്രത്തിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോൾ ക്രിസ്തീയ പുരോഹിതൻ അവരെ തടുത്തു.
അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ പോകരുത്, ഈ മരുഭൂമിയിൽ ഈ കാട്ടിൽ വന്യമൃഗങ്ങളുണ്ട്, നിങ്ങളെ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എൻ്റെ കൂടെ താമസിച്ചോളൂ. അപ്പോൾ എല്ലാവരും അയാളെ സത്രത്തിൽ താമസിക്കാൻ തയ്യാറായി. മഹാനാവുന്ന ഹജ്ജാജ് അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ ജുബൈർ തങ്ങൾ പറഞ്ഞു, ഞാൻ അവിടെ താമസിക്കില്ല, ഞാൻ അവിടെ പുറത്ത് എടുക്കണം. അപ്പം ഇവർക്ക് തോന്നി ഇയാൾ ഒന്നിരിക്കലും ഓടിപ്പോവും, അതല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇയാളെ വന്ന് എന്താവും ഭക്ഷിക്കുമോ. അങ്ങനെ അവർ ഇയാളെ ഉള്ളിൽ കിടക്കാൻ ഇയാളെ സമ്മതിച്ചില്ല. അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ ജുബൈർ തങ്ങൾ പുറത്ത് തന്നെ കിടന്നു. താബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാട്ടിലുള്ള സിംഹങ്ങളടക്കമുള്ള മൃഗങ്ങൾ വന്നിട്ട് സഈദ് ബിൻ ജുബൈർ തങ്ങൾക്ക് വലയം ചെയ്ത് അവിടെ നിൽക്കുകയാണ്. സഈദ് ബിൻ ജുബൈർ തങ്ങളെ സംരക്ഷണത്തിനായി കൊണ്ടിട്ട്, അതാണ് മൻ അതാ അല്ലാഹ അതാഅഹു കുല്ലു ശൈ വമൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ. എല്ലാ വസ്തുക്കളും പേടിക്കും. അങ്ങനെ മൂപ്പര് നേരെ വെളുത്തപ്പോൾ ഈ ക്രിസ്തീയ പുരോഹിതൻ കാണുന്നത് ഈ സംഭവമാണ്. ക്രിസ്തീയ പുരോഹിതൻ മാത്രമല്ല, അപ്പം പിടിച്ചോടാൻ വന്നാലും കാണുന്നത് ഇതാണ്. അപ്പം ക്രിസ്തീയ പുരോഹിതൻ അവിടുന്ന് എന്തായി മുസ്ലിമായി ഇത് കണ്ടിട്ട് അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ ജുബൈർ തങ്ങൾക്ക് കാട്ടുമൃഗങ്ങൾ, കാട്ടിലുള്ളതായ വന്യമൃഗങ്ങൾ മൂപ്പർക്ക് കാവൽ നിന്ന ഈ രംഗം കണ്ടിട്ട്, നിങ്ങൾ ഏത് മതത്തിലാണുള്ളത്, ആ മതത്തിൽ പ്രവേശിക്കാനുള്ള ആ കരിമത്തുകളൊക്കെ ഒന്ന് പറഞ്ഞു തരീന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു കൊടുത്തു മഹാനാവുന്ന അബ്ദുല്ല സഈദ് ബിൻ ജുബൈർ തങ്ങൾ മുഖേന അവർ മുസ്ലിം. അപ്പം ഞാൻ എന്തേ പറഞ്ഞു കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിക്കും തഖ്വയുള്ളവരാവണം. നമ്മളെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കൊണ്ട് ശരീഅത്തിനോട് യോജിച്ചതായ പ്രവർത്തനങ്ങളാവണം. നമ്മൾ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ആദർശം അത് വലുത് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മഹല്ലത്തുകളിലൊക്കെ ആ ആദർശം പ്രചരിപ്പിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിലനിൽക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും നിങ്ങൾ ആരും തന്നെ ഭാഗമാകരുത്. അതിനെ ശക്തിപ്പെടുത്താൻ, അതിനെ വേണ്ടതുപോലെ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൊക്കെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേരിട്ടുള്ള ഒരു ഉപസംഘടന ആവണം നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മുഷാവറയിൻ്റെത് അംഗീകരിച്ചു. ഇപ്പം നിങ്ങൾ ആലിമീങ്ങളല്ലേ, നിങ്ങളൊന്നും മറ്റൊരേതെങ്കിലും സംഘടനൻ്റെ പിന്നിൽ നിൽക്കണ്ട, സമസ്തൻ്റെ നേരെ ഡയറക്റ്റ്. അപ്പം അന്നൽക്ക് നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഉസ്താദന്മാരൊക്കെ ആ ബഹുമാനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അന്നൽക്കുള്ളൊരു ബഹുമാനമുണ്ട്. ആ നിലക്ക് ബഹുമാനിക്കണമെന്ന് ജനങ്ങളോടൊക്കെ എപ്പോഴും പറയുന്ന ആളുകളാണ് നമ്മൾ. അപ്പം തിരിച്ച് ഇങ്ങോട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും ആ നിലക്കുള്ളൊരു ബഹുമാനവും ആദരവും ഒക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. സമസ്തനെ ഒരിക്കലും ഏതെങ്കിലും നിലക്ക് വ്യംഗ്യമായോ സൂചനാപരമായോ ഒക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. സമസ്തൻ്റെ തീരുമാനങ്ങളൊക്കെ അത് കാറ്റിൽ പറത്തുന്നവരുണ്ട്. സമസ്തനെ ചെറുതാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി പല പൊള്ളും പറയുന്നവരുണ്ട്, പലരെക്കൊണ്ടും പറയിപ്പിക്കണവരുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്ന ഒരുത്തനോട് മുമ്പ് ചോദിച്ചു, ഈ എന്തെങ്ങനെയൊക്കെ പറയാൻ കാരണം? ഒന്നുമല്ല, എന്നെ 2-3 ആളുകളാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ന ആചാരാണ്, ഒന്ന് ഇന്ന ആചാരാണെന്ന്, ഒന്ന് ഇന്ന മൂല്യരുമാണെന്ന്. മൂലാണ് എനിക്കിതൊക്കെ എഴുതി തരുന്നത്. കാരണം ഇവൻ അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. പിന്നെ എങ്ങനെ ഇപ്പം പറഞ്ഞു? ഞാൻ വിചാരിച്ചു ഇവൻ എന്താ ഇപ്പോൾ ഭയങ്കര സംഭവമായി മാറിയില്ല, എങ്ങനെ ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അതാണ് ആരോ എഴുതി കൊടുത്തത് പറയണം. പിന്നെ എന്തെങ്കിലും പൈസ ഇട്ടുണ്ടാന്ന് ചോദിച്ചു. അതും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പണിയൊക്കെ നമുക്കും അറിയാത്തതുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് അത് ശങ്കര പേരുള്ളവരോ അല്ലാത്തവരൊക്കെ ഉണ്ടാവും. അനിൽ മുഹമ്മദൊക്കെ കൂട്ടി എഴുതിയതും അങ്ങനത്തെ അല്ലാത്ത പല പേരുകളൊക്കെ ഉണ്ടാവും.
അപ്പോൾ അവർക്കൊക്കെ പൈസ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തോന്നിയസനം പറയിപ്പിക്കുന്ന പണികളൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ടല്ലല്ലോ. അതൊന്നും നമ്മളുടെ മാന്യതയുടെ നമ്മളുടെ പാരമ്പര്യമാവുന്ന സ്വഭാവത്തിനോടോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്വഭാവത്തിനോടൊന്നും യോജിച്ചതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കണമെങ്കിൽ പറയുന്നവരൊക്കെ പറയട്ടെ. ഷെയ്ഖുന പറഞ്ഞതുപോലെ പറയണവരൊക്കെ പറയട്ടെ. അവൻ്റെ വല്ല നന്മയുണ്ടെങ്കിൽ അത് നമ്മളെ ഹസനാത്തേക്ക് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ വേറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നന്നായി. കാരണം അധികം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖുന അങ്ങനെ പറഞ്ഞത്, അതിൻ്റെ വല്ലതുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ നമുക്കും പറയാനുള്ളത് അങ്ങനെ നല്ലതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും വേണ്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈയിടെ ഒരു പുതിയ ശബ്ദം ഉണ്ടായതായി കേട്ടു. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ മഹല്ലുകൾ രജിസ്റ്റർ ചെയ്യണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ രജിസ്റ്റർ ചെയ്തത് തന്നെയാണ് ഈ മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞാൽ. സുന്നി മഹൽ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള മഹല്ല് രജിസ്ട്രേഷൻ സംവിധാനം എന്ന് പറഞ്ഞാൽ സമസ്തയിൽ രജിസ്റ്റർ ചെയ്യൽ തന്നെയാണ്. സമസ്ത നേരിട്ടെങ്ങനെ മഹല്ല് രജിസ്റ്റർ ചെയ്യുക, നേരിട്ട് മദ്രസ നടത്തുക, അങ്ങനെ സംവിധാനം ഇല്ല. സമസ്തക്ക് ഒരു ഖജാൻജി ഉണ്ടെന്നേ ഉള്ളൂ, ഫണ്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ യോഗത്തിന് വരുന്ന പണ്ഡിതന്മാർക്ക് യാത്ര ചെലവ് കൊടുക്കൽ വിദ്യാഭ്യാസ ബോർഡാണ്. എന്ന് പറഞ്ഞാൽ സമസ്ത ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന രീതി ഇല്ല എന്നർത്ഥം. 100 കൊല്ലമായിട്ടൊന്നില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നേരിട്ട് സമസ്തയിൽ രജിസ്റ്റർ ചെയ്യണം മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ എന്തോ ദുരുദ്ദേശ്യം ഉണ്ടാവും. കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്നൊരു ആപ്തവാക്യമുണ്ട്. കേട്ടാൽ തരക്കടില്ല, നല്ലതേനെന്ന് തോന്നും. അതുകൊണ്ട് ബാത്തിലാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാവുക. ഈ പ്രസംഗിക്കുന്നത് സമസ്തയുടെ മുഷാവറ മെമ്പർ തന്നെയാണ് കേട്ടോ. ചുയാലി അബ്ദുള്ള മൗലവി അല്ല, മുജാഹിദിൻ്റെ ചുയാലി അബ്ദുള്ള മൗലവി അല്ല പ്രസംഗിക്കണത്, സമസ്തൻ്റെ മുഷാവറ മെമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിനൊരു പശ്ചാത്തലമുണ്ട്, അതുകൂടി കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാവും. ഇങ്ങനെ പ്രസംഗിക്കാൻ ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം ജമിയത്തുൽ ഖുതബാഇൻ്റെ പരിപാടിയിൽ വെച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനമാണ് ഈ ഒരു സംസാരത്തിലേക്ക് നയിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കതൊന്ന് കേട്ടു. സമസ്തയുടെ ജമിയത്തുൽ ഉലമയെ ഉദ്ദേശിക്കേണ്ട ഒരു മഹല്ല് സംഘം ഉണ്ടാക്കാൻ വേണ്ടി സമസ്തയുടെ ജമിയത്തുൽ ഉലമയുടെ ഒരു യഥാർത്ഥ മഹല്ല് സംഗമം നമുക്ക് ഒന്നിരിക്കൽ നമ്മളെ സമ്മേളനത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിനോട് അടുത്തുകൊണ്ടൊക്കെ നമുക്ക് സംഗമിപ്പിക്കപ്പെടണം. അതിനുവേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കേരള അടിസ്ഥാനത്തിലുള്ള എല്ലാ മഹല്ലുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട എല്ലാ മഹല്ലുകളെയും 100ാം വാർഷികത്തിൻ്റെ ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് എല്ലാ മഹല്ലുകളെയും ഒന്ന് സംഘടിപ്പിച്ചു കൊണ്ടിട്ട് മഹല്ലുകൾക്ക് ആവശ്യമാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാം. യഥാർത്ഥത്തിൽ മഹല്ലുകളൊക്കെ സമസ്തൻ്റെ നേതൃത്വത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ്. ഓരോ മഹല്ലുകളും ആ മഹല്ലുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ സമസ്തൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ ഒരു വിശാലമായ ഒരു മഹല്ല് സംഗമം ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കപ്പെടും. കാരണം മഹല്ലുകളെ നമുക്ക് ഒന്നും കൂടി സജീവമാക്കേണ്ടതുണ്ട് സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലായി. ഇതാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സമസ്തയുടെ പ്രസിഡന്റ് പറയുന്നതാണ് സമസ്തയുടെ ശബ്ദം, അല്ലാതെ ഇതിനെതിരെ പറയുന്നതാണ് അപശബ്ദം. അല്ലാതെ സമസ്തയുടെ പ്രസിഡന്റിൻ്റെ അപശബ്ദമാണ് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു തമാശയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായിട്ടൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്, ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഒരു മഹല്ല് സംഗമം. ജിഫ്രി തങ്ങൾ പറഞ്ഞത് പ്രത്യേകം അടിവരായിട്ട് മനസ്സിലാക്കണം. സമസ്തയുടെ യഥാർത്ഥ ഒരു മഹല്ല് സംഗമം നടത്തുന്നുണ്ട്. ആ മഹല്ല് സംഗമം എങ്ങനെ ഒക്കെ നടത്തണം എന്നതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന്. സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സമസ്തയുടെ കീഴ്ഘടകമായ ആളുകൾ, കീഴ്ഘടകത്തിൻ്റെ അംഗങ്ങളായ ആളുകൾ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെ ചോദ്യം ചെയ്യലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇനി സമസ്തൻ്റെ കീഴിൽ തന്നെ നേരിട്ട് മഹല്ലുകളെ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം ജിഫ്രി തങ്ങൾ ഉസ്താദിൻ്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലായത്. സമസ്തൻ്റെ തീരുമാനം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. അത് തങ്ങൾ തന്നെ പറയും ഇൻഷാ അല്ലാഹ്.
അതിനുള്ളത് തങ്ങൾ തന്നെ പറഞ്ഞോളൂ, നമുക്ക് കേൾക്കാം. എന്തായാലും തങ്ങളത് പറയും. ഇനി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് വെക്കാം, നേരിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം എടുത്തിട്ടുണ്ടെങ്കിൽ സമസ്തയുടെ ഇക്കാലം അത്രയുമുള്ള ചരിത്രത്തിൽ അതില്ല, അതുകൊണ്ടത് പാടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. പുറത്തുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പറയാം, മുജാഹിദീങ്ങൾക്ക് പറയാം, അങ്ങനെയൊക്കെ വിമർശിക്കാം. പക്ഷേ സമസ്തൻ്റെ മുഷാവറ അംഗമായിരിക്കെ അല്ലെങ്കിൽ സമസ്തയുടെ ഏതെങ്കിലും കീഴ്ഘടകത്തിൻ്റെ ഭാരവാഹിയായിരിക്കെ അങ്ങനെ പറയുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അപ്പോൾ നമ്മൾ ബഹാവുദ്ദീൻ ഉസ്താദിനെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചെറുതാക്കി കാണിച്ചുകൊണ്ടോ പറയല്ല, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്, അത് നമ്മൾ മുമ്പേ പറയുന്നതാണ്. അത് ഏത് കോക്കസാണ്? മുസ്തഫൽ ഫൈസിയുടെ പിന്നിൽ പ്രവർത്തിച്ച കോക്കസ്. മുസ്തഫൽ ഫൈസിയുടെ അവസ്ഥ ഇന്ന് സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു, തിരിച്ച് എടുക്കപ്പെടാത്ത ഒരവസ്ഥയിൽ അദ്ദേഹത്തെ ആക്കി തീർത്തത് ഇന്ന് ഏത് കോക്കസാണോ അതേ കോക്കസ് ഇദ്ദേഹത്തിൻ്റെ പിന്നിലും ഉണ്ടെന്ന് ബലമായിട്ട് നമ്മൾ സംശയിക്കുന്നതായിട്ട് മുമ്പും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾ എഴുതി വെച്ചോളി, അതേ ഒരു അവസ്ഥയിലേക്ക് ഇതേ പോക്ക് പോവുകയാണെങ്കിൽ എത്തും. അപ്പോൾ അതുകൊണ്ട് ഇവർ 2 ലക്ഷ്യമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, വൈകാരികമായിട്ട് ജനങ്ങളെ സമസ്തക്കെതിരെ തിരിച്ചുവിടാം. മറ്റൊന്ന്, ഈ പുറത്താക്കപ്പെട്ട ആളുകളെ കൂട്ടിയിട്ടൊരു മുഷാവറ ഉണ്ടാക്കാം. ഇങ്ങനെ 2 ലക്ഷ്യങ്ങളോ പല ലക്ഷ്യങ്ങളോ അതിൻ്റെ പിന്നിൽ അവർക്കുണ്ടാകാം. പക്ഷെ സമസ്തയുടെ പ്രവർത്തകർ ഇതിലൊന്നും പതറാനോ ഇതിലൊന്നും വറക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊന്നും തളരാനോ ഒന്നും തയ്യാറല്ല. കാരണം ഞങ്ങൾക്ക് സമസ്തയുടെ വാക്കെന്ന് പറഞ്ഞാൽ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ പറയുന്നതാണ്, സമസ്തയുടെ സെക്രട്ടറി ഷെയ്ഖുൽ ജാമി പറയുന്നതാണ്, സമസ്തയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എന്തു പറഞ്ഞോ അത് അംഗീകരിക്കുക. അതാണ് സമസ്തയുടെ ശബ്ദം എന്ന് സമസ്ത തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തൊരു തീരുമാനം എടുക്കുന്നുണ്ടോ അത് കഴിഞ്ഞ 100 കൊല്ലത്തിലുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം അത് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കറിയാലോ, കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ സമസ്തയുടെ മുഷാവറയിലേക്ക് പണ്ഡിതന്മാർ വന്നിരുന്നത് ഓട്ടോറിക്ഷ പിടിച്ചു നടന്നുമൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് ബഹാവുദ്ദീൻ നദ്വി അടക്കമുള്ള ഉസ്താദുമാർ എങ്ങനെയാണ് വരുന്നത്? കാറിലാണ് വരുന്നത്. പക്ഷേ 100 കൊല്ലത്തിനടുക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹാവുദ്ദീൻ ഉസ്താദ് ഓട്ടോറിക്ഷ പിടിച്ചിട്ടോ അല്ലെങ്കിൽ കാളവണ്ടി പിടിച്ചിട്ടോ വരുന്നില്ല. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങളും മാറ്റങ്ങളൊക്കെ എല്ലാ മേഖലയിലും ഉണ്ടാവും. അത് മഹല്ല് തലത്തിലുണ്ടാവും, മദ്രസ തലങ്ങളിലുണ്ടാവും, കോളേജ് തലങ്ങളിലുണ്ടാവും. SNC പുതിയൊരു സ്ട്രീം ആരംഭിച്ചു, പുതിയൊരു സംവിധാനം ആരംഭിച്ചു. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ അതുണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുകയാണെങ്കിൽ എല്ലാവിധ പുരോഗമന പ്രവർത്തനങ്ങളും അവിടെ നിർത്തി വെക്കണ്ടേ? സമസ്ത 46 കോടി 47 കോടിയോളം രൂപയായിപ്പോൾ തഹയ്യ ഫണ്ട് സമാഹരിച്ചു. സമസ്തയുടെ കഴിഞ്ഞ 100 കൊല്ലത്തെ ചരിത്രത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. സമസ്ത എഡ്യൂസിറ്റി നിർമ്മിക്കാൻ പോവാണ്, കഴിഞ്ഞ 100 വർഷത്തിനടുക്ക് ഉണ്ടായിട്ടുണ്ടോ? സമസ്ത ഹോസ്റ്റലുകൾ നിർമ്മിക്കാൻ പോവാണ്, സമസ്ത ഹെറിറ്റേജ് മ്യൂസിയം നിർമ്മിക്കാൻ വേണ്ടി പോവാണ്, സമസ്ത ഇതാ വലിയ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ പോവുകയാണ്, വലിയ ഒരു സമ്മേളനം, അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കാൻ പോവുകയാണ്. സമസ്തയുടെ നേതൃത്വത്തിൽ ഇതാ ഒരു ചരിത്ര സംഭവമായി മാറിയ ഒരു യാത്ര നടത്തി. അത് കഴിഞ്ഞ 100 വർഷത്തിലുണ്ടായിട്ടുണ്ടോ? അപ്പം കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഉണ്ടാവാത്തതൊന്നും ഇപ്പോൾ പറ്റൂല, ഇനി അങ്ങോട്ട് പറ്റൂല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു മൗഢ്യ ധാരണയല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോൾ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിനെ അല്ല നമ്മൾ വിമർശിക്കുന്നത്. അദ്ദേഹത്തെ ഇത് പറയാനും മറ്റൊക്കെ പ്രേരിപ്പിച്ച് അദ്ദേഹത്തെ പരിഹാസ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വേദിയിലും മുന്നിലൊന്നും വരാതെ ഒളിഞ്ഞിരുന്ന് ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകളൊക്കെ നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാൻ അവരെ കാണൂല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഇട്ട് ഓടും. അങ്ങനത്തെ ഒരവസ്ഥയാണ് കഴിഞ്ഞ കാലത്തൊക്കെ മുസ്തഫൽ ഫൈസി അടക്കമുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒറ്റ ശബ്ദമായിട്ട് സയ്യിദുൽ ഉലമ പറയുന്നത് എന്താണോ അല്ലെങ്കിൽ സമസ്ത അതിൻ്റെ മുഷാവറ തീരുമാനിക്കുന്നത് എന്താണോ അത് ആ ഒരു രീതിയിൽ അത് അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെയും സമസ്ത പ്രവർത്തകരുടെയും ഒക്കെ നയം. ഇപ്പോൾ ജമിയത്തുൽ ഖുതബാഇൻ്റെ വേദിയിൽ വെച്ചുകൊണ്ടാണല്ലോ ഇത് പറഞ്ഞത്. ആ ജമിയത്തുൽ ഖുതബ എന്തായിരുന്നു? ഇതുവരെ നിർജ്ജീവമായി കിടക്കുന്നതാണ്. ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയാം.
എന്തായിരുന്നു കാരണം? അതിൻ്റെ സെക്രട്ടറിയെ മാറ്റണമെന്ന് നിരന്തരമായിട്ട് കീഴ്ഘടകങ്ങളിൽ നിന്ന്, അതിൻ്റെ താഴെ കമ്മിറ്റികളിൽ നിന്ന് വരെ ആവശ്യം വന്നു. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം സ്വബുദ്ധിയ രാജിവെച്ചു. അങ്ങനെ നാസർ ഫൈസ് രാജിവെച്ചപ്പോൾ ജമിയത്തുൽ ഖുതബ വളരെ സജീവമായി സമസ്തയുടെ എല്ലാ പ്രവർത്തകരും ഖത്തീബുമാരും അതിനോട് സഹകരിക്കാൻ തുടങ്ങി. വലിയ ഒരു സംഭവമായിട്ട്, വലിയൊരു സമ്മേളനമായിട്ട് തന്നെ, യോഗമായിട്ട് തന്നെ കോഴിക്കോട് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ജമിയത്തുൽ ഖുതബയിൻ്റെ യോഗം നടന്നു. അതുപോലെ തന്നെ ജമിയത്തുൽ ഖുതബയിലെ ഖത്തീബുമാർ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, ഞങ്ങളെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കീഴിലാണ്. അപ്പോൾ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കീഴിൽ വേണ്ട, ഇനി സമസ്തയുടെ നേരെ കീഴ്ഘടകമായിട്ട് ജമിയത്തുൽ ഖുതബയിനെ മാറ്റണം എന്ന ആവശ്യം സമർപ്പിച്ചപ്പോൾ സമസ്ത അത് അംഗീകരിച്ചു. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കീഴിൽ നിന്ന് മാറ്റി നേരെ സമസ്തയുടെ കീഴിലെ ഒരു കീഴ്ഘടകമാക്കി ജമിയത്തുൽ ഖുതബയിനെ മാറ്റി. അതോടുകൂടെ ജമിയത്തുൽ ഖുതബ ഉഷാറായി. ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ ഒരു ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കീഴ്ഘടകമാണ്. അതിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. കോടതിയിലടക്കം കേസ് നിലനിൽക്കുകയാണ്. അതിൻ്റെ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നടത്തിയ തിരിമറികൾ, മാനുവലിൽ നടത്തിയ തിരിമറികൾ, അതിൻ്റെ ഭരണഘടനയിൽ വരുത്തിയ മാറ്റിത്തിരുത്തലുകൾ ഒക്കെ സമസ്തയുടെ മുന്നിലടക്കം എത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ സമസ്ത നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാത്തിനെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി അതിൻ്റെ ചരടിൽ കോർത്ത് തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ. അതിൽ ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.